ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ മാത്സ് ആണ് നോക്കാൻ പോകുന്നത്. മാത്സിൽ ഗുണനം എന്ന വസ്തുത എങ്ങനെ LP ക്ലാസ്സുകളിൽ അവതരിപ്പിക്കാം എന്നതാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. കുട്ടികളെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എന്താണൊരു മുഖത്തൊരു വാട്ടം? എല്ലാവരും ക്ഷീണിച്ചോ പഠിച്ച്? എങ്കിൽ നമുക്കൊരു കളി കളിച്ചാലോ? റെഡിയാണോ എല്ലാവരും? റെഡിയാണല്ലേ? ഓക്കെ, അപ്പോൾ കളിക്കാം. എന്താ കളിക്കുക? ദാ ടീച്ചറുടെ കയ്യിൽ ഒരു സാധനമുണ്ട്. എന്താണെന്ന് നോക്കി. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതെന്താണെന്ന് ആരെങ്കിലും അറിയാമോ? എനിവാൻ? ദാ മോനറിയാം. മോൻ്റെ പേരെന്താ? അദ്വൈത്. പറയൂ, എന്താണിത്? ഗോലി. ഗോലിയാണല്ലേ? ഓക്കെ, മോൻ ഗോലി കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇത് ഗോലി. ടീച്ചറുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതൊക്കെ വെച്ച് കളിക്കുക. നിങ്ങളെപ്പോലെ മൊബൈലും ടാബും ഒന്നുമല്ല. അപ്പോൾ ഇതെങ്ങനെയാ കളിക്കണ്ടേന്ന് ടീച്ചർ പറയട്ടെ? എല്ലാവരും കേൾക്കുവോ? അതിനാദ്യം നമുക്ക് 3 ഗ്രൂപ്പ് വേണം. നമുക്ക് ഗ്രൂപ്പ് തിരിച്ചാലോ? ഇനി എല്ലാവരും ഒന്ന് നമ്പർ എടുക്കുക. 1, 2, 3. ഓക്കെ, ദെൻ വീണ്ടും 1, 2, 3. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിച്ചേ. 1 പറഞ്ഞവരെല്ലാവരും എഴുന്നേറ്റ് നിന്നേ. നിങ്ങളാണ് ഒന്നാമത്തെ ഗ്രൂപ്പ്. ഇവിടെ നിന്നോളൂ. ഇനി 2 പറഞ്ഞവരെല്ലാവരും എഴുന്നേറ്റ്. നിങ്ങളാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. ഇവിടെ നിന്നോളൂ. ഇനി 3 പറഞ്ഞവരൊക്കെ എഴുന്നേറ്റ്. നിങ്ങളാണ് മൂന്നാമത്തെ ഗ്രൂപ്പ്. നിങ്ങൾ ഇവിടെ നിന്നോളൂ. ഓക്കെ, ഇനി ടീച്ചർ എല്ലാ ഗ്രൂപ്പിനും ഗോലികൾ തരാം. 3 ഗോലി വീതം ഓരോ ഗ്രൂപ്പിനും. ഓക്കെ, അതുപോലെ ഒരു കളം ബോർഡും നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പിനും തരാം. നോക്കിക്കേ, കളം ബോർഡ് എല്ലാവരും ശ്രദ്ധിച്ചേ. ഏതൊക്കെ നമ്പേഴ്സാ കളം ബോർഡിലുള്ളത്? വെരി ഗുഡ്. എന്തൊക്കെയാ? 2 ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാ കളിക്കണ്ടേന്ന് പറയട്ടെ. ഈ കളിക്കുമ്പോൾ പോയിന്റുകൾ രേഖപ്പെടുത്താൻ ഓരോരുത്തരെ ഗ്രൂപ്പിൽ നിന്ന് വേണം. അവരും മാറി നിൽക്കണം. ഓക്കെ, വെരി ഗുഡ്. ഇനി നോക്കിക്കേ, നമ്മൾ ഈ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 3 ഗോലിയിലെ ആദ്യ ഗോലി ഒരാൾ വന്ന് എറിയുമ്പോൾ ഈ ഗോലി ഏത് കളത്തിലാണോ വന്ന് നിൽക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ പോയിന്റ്. അതിനുശേഷം രണ്ടാമത്തെ ഗോലി എറിയും. അത് ഏത് കളത്തിലാണോ നിൽക്കുന്നത് അതടുത്ത പോയിന്റ്. പിന്നെ മൂന്നാമത്തെ ഗോലി അത് ഏതിലാണോ നിൽക്കുന്നത് അതടുത്ത പോയിന്റ്. അങ്ങനെ അടുത്ത ആൾ വരും. അടുത്ത ആളും 3 പ്രാവശ്യം ഗോലി എറിയും. അതിൻ്റെ പോയിന്റ് രേഖപ്പെടുത്തും. പിന്നെ അടുത്ത ആൾ. അങ്ങനെ ഗ്രൂപ്പിൽ എല്ലാവർക്കും അവസരമുണ്ട്. അപ്പം ഇവരുടെയൊക്കെ പോയിന്റുകൾ നമ്മളിവിടെ എഴുതി വയ്ക്കണം. ഓക്കെ, ലാസ്റ്റ് നമുക്ക് എല്ലാ ഗ്രൂപ്പിൻ്റെയും പോയിന്റുകൾ കൂട്ടി നോക്കാം. കൂട്ടിയിട്ട് ഏറ്റവും അധികം പോയിന്റ് ആർക്കാണോ കിട്ടിയത് ആ ഗ്രൂപ്പായിരിക്കും ഇന്നത്തെ വിജയം. ഓക്കെ, കളിച്ചാലോ? ഓക്കെ, അപ്പം സ്റ്റാർട്ട്. ഓക്കെ, ദാ ഒന്നാം ഗ്രൂപ്പ് കളിച്ചപ്പോൾ പോയിന്റ് 2ലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവരുടെ പോയിന്റ് എഴുതിക്കോളൂ, 2. ഓക്കെ, ഇനി അടുത്ത ഗോലി എറിഞ്ഞോളൂ. ദാ വീണ്ടും 2ലേക്ക് പോയി. അപ്പോൾ വീണ്ടും പോയിന്റ് എഴുതിക്കോളൂ, 2. പ്ലസ് ഇട്ടോളൂ, പ്ലസ് ഇട്ട് പൊക്കോളൂ. 2 + 2. ഓക്കെ, ദെൻ അടുത്ത ഗോലി അത് 5ലേക്കാ വീണത്. അപ്പം 5 പോയിന്റ് എഴുതിക്കോളൂ, 5. ഓക്കെ, അടുത്ത ആള് വന്നെറിഞ്ഞോളൂ. അതാ വീണ്ടും 2ലേക്കാണ് കേട്ടോ പോയിരിക്കുന്നത്. അപ്പം പ്ലസ് ഇട്ട് എഴുതിക്കോളൂ, +2. ഓക്കെ, ദെൻ അടുത്ത ഗോലി എറിയൂ. അത് 10ലേക്കാണ് പോയിരിക്കുന്നത്. അപ്പം 10. ഓക്കെ, ദെൻ അടുത്ത ഗോലി ദാ വീണ്ടും 2ലേക്ക് പോയിരിക്കുന്നു, +2. ഓക്കെ, ഇനി അടുത്ത ആള് വന്നോളൂ, എറിഞ്ഞോളൂ. ദാ 5ലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ +5 ഇട്ടോളൂ, +5. ഓക്കെ, ദെൻ വീണ്ടും പോയിരിക്കുന്നത് 5ലേക്കാണ്, +5. ഓക്കെ, വീണ്ടും എറിഞ്ഞോളൂ. 10ലേക്ക് പോയിട്ടുണ്ട്, +10. ഓക്കെ, അപ്പോൾ ഒന്നാം ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയി. നമുക്ക് ഒന്നാം ഗ്രൂപ്പിന്റെ പോയിന്റ് ഒന്ന് കൂട്ടി എഴുതിയാലോ? ദാ നോക്കിക്കേ, 2ലേക്ക് അവർ എത്ര തവണ ഇട്ടിരിക്കുന്നത്? 1, 2, 3, 4. 4 തവണ 2 ഉണ്ടല്ലേ? അപ്പം 2 + 2 + 2 + 2 എത്ര പോയിന്റ് ആയി കാണും? നിങ്ങളൊന്ന് കൂട്ടിക്കേ. ആദ്യം ഒന്ന് എറിഞ്ഞപ്പോൾ 2 പോയിന്റ് കിട്ടി. രണ്ടാമത് എറിഞ്ഞപ്പോൾ എത്ര കിട്ടി?
2+2 4 പോയിന്റ് കിട്ടി. വീണ്ടും 2ലേക്ക് എറിഞ്ഞപ്പോൾ എത്രയായി കാണും? പിന്നെയും +2, അപ്പൊ 4+2 എത്രയാ? 6. വീണ്ടും എറിഞ്ഞേക്കുക, അപ്പൊ എത്രയായി? 6+2 എത്രയായി? 8. എത്ര കിട്ടി? 8. അവിടുത്തെ പോയിന്റ് 8 ആണ്. ഓക്കെ, അടുത്തതിലേക്ക് നോക്കിക്കോളൂ. 5ലേക്ക് എത്ര തവണ പോയിട്ടുണ്ട്? 1 2 3 അല്ലെ? 5+5 എത്രയാ? 5+5 5+5 എത്രയാ? 10. പിന്നെയും ഒരു 5 ഉണ്ടല്ലോ. അപ്പൊ എത്രയാ? 10+5 എത്രയാ? 15. അപ്പൊ അവരുടെ പോയിന്റ് എത്രയാ? 15. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. അടുത്തത് ഒരു 10. അപ്പൊ എത്രയാ പോയിന്റ്? 10. ഓക്കെ, അപ്പോ ഇത് നോക്കിക്കേ. ഇവരിങ്ങനെ എഴുതി ഇങ്ങനെ കൂട്ടിയേക്കുവാ അല്ലെ? അവിടെ സ്ഥലം തികയുന്നില്ല അല്ലെ? 2+2+2 4 പ്രാവശ്യം എഴുതി കൂട്ടിയേക്കുക. ഇതിന് പകരം ടീച്ചർ ഒരു ചുരുക്കി എഴുതി കാട്ടിത്തരട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചോ. ഇവിടെ 2 എത്ര തവണ എഴുതി കൂട്ടിയേക്കുന്നേ? 1 2 3 4 തവണ എഴുതി കൂട്ടിയിട്ടുണ്ടല്ലേ. അപ്പൊ അതിന് പകരം ടീച്ചർ വേറൊരു സാധനം എഴുതാൻ പോവാ. എന്താന്ന് നോക്കിയിരുന്നോ? 4 തവണ. അപ്പൊ 4 ഗുണനം. എന്താണിത്? ഗുണനം എന്താണെന്ന് പറഞ്ഞു തരാവേ. എത്രയിലേക്കാ പോയിരിക്കുന്നത്? 4 തവണ ഏത് പോയിന്റിലേക്കാ പോയിരിക്കുന്നത്? 2 എന്ന പോയിന്റിലേക്ക്. അപ്പൊ 4 ഗുണനം 2 എന്നെഴുതിയാ മതി. നമ്മൾ എന്താ എഴുതിയേ? 2+2+2+2 4 പ്രാവശ്യം ഇങ്ങനെ +++ ഇങ്ങനെ കൂട്ടി പോയേക്കുവാ അല്ലേ? അതിന് പകരം ടീച്ചർ എന്താ എഴുതിയെന്ന് നോക്കിയേ. 4 ഗുണനം 2. ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? സെയിം ആയിരിക്കും കേട്ടോ. എന്താ? എത്രയും ഉത്തരം? 8. അപ്പൊ 4 ഗുണനം 2 സമം എത്രയാണ്? 8 എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് കിട്ടിയോ നിങ്ങൾക്ക്? അപ്പൊ അടുത്തതിലേക്ക് നോക്കിക്കേ. ഇതിന് പറയുന്ന ചിഹ്നം എന്താ? ഗുണനം, ഗുണന ചിഹ്നം. +++ ഇങ്ങനെ കൂട്ടി എഴുതുന്നതിന് പകരം ടീച്ചർ ഒറ്റ ചിഹ്നത്തിൽ നിർത്തിയല്ലേ? എന്താ? ഗുണന ചിഹ്നം. ഇനി അടുത്തത് നോക്കിക്കേ. 5ന്റെ നോക്കിക്കേ. 5 എത്ര പ്രാവശ്യം എഴുതി കൂട്ടിയേക്കുന്നേ? 5+5+5 3 പ്രാവശ്യം എഴുതി കൂട്ടിയേക്കാം അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം? എല്ലാവരും ബോർഡിലേക്ക് നോക്കിക്കേ. എങ്ങനെ എഴുതാം? പറഞ്ഞു തരുമോ എനിക്ക് ആരെങ്കിലും? പറയുന്നുണ്ട്, അദ്വൈത് പറയുന്നുണ്ട്. എന്താണ്? 3 ഗുണനം ഏത്? 5ലേക്ക് അല്ലേ? 5 എന്ന പോയിന്റിലേക്കല്ലേ പോയിരിക്കുന്നേ? 5 എത്ര തവണ നമ്മൾ 5 എഴുതിയത്? 3 തവണ. അപ്പൊ 3 ഗുണനം 5 എത്രയായിരിക്കും ഉത്തരം? മിടുക്കി. നമ്മുടെ രമ്യ പറയുന്നുണ്ട്. എത്രയാണ് ഉത്തരം? 15. കാരണം എന്താ? നമ്മൾ എഴുതിയിട്ടുണ്ടല്ലേ 5+5+5 എത്രയാ? 15 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അത് തന്നെ ടീച്ചർ ചുരുക്കി എഴുതിയതല്ലേ ഇത്. അപ്പൊ ഇതിന്റെയും ഉത്തരം എത്രയായിരിക്കും? 15 അല്ലേ? അപ്പൊ അടുത്തത് 10 ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ അല്ലേ? അപ്പൊ അവിടെ നമുക്കൊന്നും എഴുതാനില്ല. അപ്പൊ 10 മതി. ഓക്കെ, അതുപോലെ നമുക്ക് അടുത്ത ഗ്രൂപ്പിന്റെ നോക്കിയാലോ. അങ്ങനെ നമുക്ക് 2ാം ഗ്രൂപ്പിന്റെയും കിട്ടി. ഓക്കെ, ഇനി 3ാം ഗ്രൂപ്പിന്റെയോ? 3ാം ഗ്രൂപ്പിന്റെയും റെഡിയായി. ഓക്കെ, ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനെ +++ ഇങ്ങനെ എഴുതി കൂട്ടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിനെ ചുരുക്കി അതിൻ്റെ 2 സംഖ്യകൾക്കിടയിൽ ഒരു ചിഹ്നം മാറ്റിക്കൊടുത്തു അല്ലേ? ഏതാണ് ആ ചിഹ്നം? ഗുണനചിഹ്നം. വെരി ഗുഡ്. ഏതാണ് ചിഹ്നം? ഗുണനചിഹ്നം. അപ്പൊ ഈ ഗുണനചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താ? ടീച്ചർ ഇവിടെ എഴുതി കൂട്ടുന്നതിന് പകരം എന്താ കൊടുത്തത്? ഇങ്ങനെ ഒരു ചിഹ്നം കൊടുത്തു. അപ്പോ ആവർത്തിച്ച് നമ്മൾ സങ്കലനം ചെയ്യുന്നതിന് തുല്യമാണെന്ത്? ഗുണനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ ഗുണനം എന്ന് പറയുന്നത്? ഗുണിക്കുക എന്ന് പറയുന്നത് ആവർത്തിച്ചുള്ള സങ്കലനത്തെയാണ് എന്ത് പറയുന്നത്? ഗുണനം എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ കൂട്ടുന്നതിനല്ലേ സങ്കലനം എന്ന് പറയാ. അപ്പോ ആവർത്തിച്ചുള്ള കൂട്ടല് സങ്കലനം എന്തായി? ഗുണനമായി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? നല്ല കളിയാണല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു.